ഇത് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ സൈന്യത്തിന്റെ ഉള്ള ഒരു വിശ്വാസമാണ് അത് കാണിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ജനാധിപത്യത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിന്റെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനവും അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് സൈന്യം തന്നെയാണ് തീരുമാനിക്കുക. എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള അതിന്റെ മൊഡാലിറ്റീസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യേണ്ടുള്ള സൈന്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സൈന്യത്തിന് കുറച്ച് ഫ്രീഡം കിട്ടും ഏത് രീതിയിലൊക്കെ ഉള്ളത്. അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീർച്ചയായിട്ടും ഗവൺമെന്റ് പറഞ്ഞു കാണും. അതിന്റെ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം കൊടുത്തു കാണും ഗവൺമെന്റ്. ആ ലക്ഷ്യത്തിന്റെ ബേസിസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് സൈന്യം പറഞ്ഞാണോ അതിൽ നിന്നിട്ട് സർക്കാരിന്റെ ഒരു അനുമതിയോട് കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് സൈന്യത്തിന്റെ കാര്യമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുള്ളത്. കാരണം തീരുമാനം ഗവൺമെന്റ് എടുക്കുകയും പക്ഷെ നടപ്പാക്കുന്നത് മൊത്തത്തിൽ അത് സൈന്യത്തിന്റെ ചുമതലയായിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് അത് കാലാകാലങ്ങളിൽ ആക്ച്വലി അതിനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അതിന്റെ ചെയർമാൻ ഒരു പഴയ റോ ഓഫീസറൊക്കെ വരുന്ന പോലെ അതിനകത്ത് ആർമിയുടെയും എയർഫോഴ്സിന്റെയും നേവിയുടെ ഒക്കെ റെപ്രസെന്റ് വരുമ്പം തീർച്ചയായിട്ടും അതിനൊരു ഒരു പ്രാധാന്യം ഉണ്ട്. ഈ ഒരു വിഷയത്തിന്റെ വെച്ചിട്ട് നോക്കുമ്പം അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം കുറെ നാളായിട്ട് ഇത് മാറ്റിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ മെമ്പേഴ്സിനെ കാണുന്ന എല്ലാ മേഖലകളിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാം കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഒരു നമ്മുടെ ഒരു റിയാക്ഷൻ അത് വെറും ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ആയിരിക്കത്തില്ല, ലോങ് ടേമിന് വേണ്ടി കൂടി നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് ഒരു ആക്ഷനിലൂടെ മാത്രം നമ്മൾ നിൽക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പോലും ഈ NSAB വലിയ റോള് വരും. ആ രീതിയിൽ തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ഇപ്പോൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇല്ല, യുദ്ധത്തിന്റെ ഒരു തെളിവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ യുദ്ധത്തിന്റേക്കുള്ള ഒരു ഇൻഡിക്കേഷൻ ഒന്നും അല്ല ഇത്. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നതും നമുക്ക് എല്ലാവർക്കും ഉള്ള ആർക്കും യുദ്ധം വേണം എന്നുള്ളൊരു താല്പര്യം ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയാലും ശരി, ഏറ്റവും താഴെയുള്ള സാധാരണക്കാർക്കും ഭാരതത്തിന്റെ ഉള്ളിൽ ഒരു യുദ്ധം വേണമെന്ന് താല്പര്യമുള്ളവരല്ല. പക്ഷെ ചില കാര്യങ്ങൾ, ചില ആക്ഷൻസ് നമ്മൾ എടുക്കും. അതിന്റെ മറുപടി പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും പിന്നീട് വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഡിസിഷൻസ് NSAB റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ അതൊരു യുദ്ധത്തിന്റെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരുടെ വലിയൊരു ഭയമാണ് അവർക്ക്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം നമ്മളൊരു തിരിച്ചടി കൊടുക്കുന്നു. അതാണ് നമ്മുടെ ട്രാക്ക് റെക്കോർഡ്. അതിപ്പം പുൽവാമ കഴിഞ്ഞിട്ടായാലും ശരി, ഊരി കഴിഞ്ഞിട്ടായാലും ശരി, നമുക്ക് ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. അത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചടിക്കും. പക്ഷെ ഇപ്രാവശ്യം അവർ കാഷ്വാലിറ്റീസ് നമ്മളെ ഉള്ളിൽ വന്ന് നമ്മളെ സിവിലിയൻസ് തന്നെയാണ് കാഷ്വാലിറ്റീസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം ഈ തിരിച്ചടി അതൊരു സാധാരണ തിരിച്ചടി ആയിരിക്കത്തില്ല, ഒരു അസാധാരണ തിരിച്ചടി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഭയത്തിലാണ് അവര് UN പോവുകയും ചൈനയിൽ എടുത്ത് പോയി സഹായം ചോദിക്കുകയും ടർക്കി എടുത്ത് സഹായം ചോദിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളിൽ ന്യൂക്ലിയർ ബോംബുണ്ട് ഞങ്ങൾ പൊട്ടിക്കും എന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ ചെയ്യുന്നത്. അത് ഈ ഭയത്തിന്റെ ലക്ഷണമാണ്. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ആ ഭയം ആവശ്യമാണ്. ഭാരതത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. നിങ്ങൾക്ക് ഭയവും വേണം. ഈ അടി കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഓർമ്മയും വേണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.